മുസ്ലിം ലീഗ് മതപാർട്ടി എന്ന് ആരോപിച്ച് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുസ്ലിം കൂട്ടായ്മ എന്നാണ്. മലപ്പുറം വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ എത്തുമ്പോഴും മലപ്പുറത്തെ സമുദായ പ്രതിസന്ധി വളരെയധികം സംസാര വിഷയമാക്കുകയാണ് വെള്ളാപ്പള്ളി. തന്നെ മുസ്ലിം തീവ്രവാദിയാക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ. പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം വിവാദമാക്കുകയാണെന്നും സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സമുദായത്തിന്റെ അവസ്ഥയാണ് വിവരിച്ചതെന്നും വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞു. മലപ്പുറത്ത് 56% മുസ്ലിങ്ങളാണ് ഉള്ളത്. അവിടെ മറ്റുള്ളവർക്ക് സാമൂഹിക സാമ്പത്തിക നീതി യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. ഇത് പറയുന്നത് എങ്ങനെ വർഗീയമാകുമെന്നുള്ള ചോദ്യവും വെള്ളാപ്പള്ളി ഉന്നയിച്ചു. മലപ്പുറത്ത് മറ്റുള്ളവർ വേർതിരിവൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. ഇതിനെ തുടർന്ന് പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളിയും രംഗത്തെത്തി. പറഞ്ഞതിൽ ഒരു വാക്ക് പോലും ശരിക്കും പിൻവലിക്കാനില്ല. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ലീഗിലെ സമ്പന്നരാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതെന്നും തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമമെന്നും വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞു. താൻ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും എതിരല്ല, പക്ഷേ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിനെ പോലെ പ്രവർത്തിക്കുന്നു. ഈഴവ സമുദായത്തിനോട് ഇത്തരത്തിൽ വോട്ട് ബാങ്കായി മാറണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെ വർഗീയമാവുക? വെള്ളാപ്പള്ളി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, മലപ്പുറത്തൊരു SNDPക്ക് ഒരു കോളേജ് പോലുമില്ല. പക്ഷെ 17 കോളേജുകളാണ് മുസ്ലിം സമുദായത്തിൽ നിലവിലുള്ളത്. മലപ്പുറത്തെ SNDPയുടെ ഒരു അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കാൻ നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടും അത് ചെയ്തു തരാൻ UDF ഭരണകാലത്ത് ഒരുക്കമായിരുന്നില്ല. പിന്നീടാണ് ലീഗുമായി വേർപിരിഞ്ഞത്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം ലീഗിലെ സമ്പന്നരുടെ കൈവശമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു ഹിന്ദുവിനെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്നില്ലെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പ്രതിഷേധിച്ച സംഘടനയാണ് SNDP എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. നീതിക്ക് വേണ്ടിയുള്ള യാചനയാണ് ശരിക്കും നടത്തിയത്. മലപ്പുറം ഒരിക്കലും ആരുടെയും സാമ്രാജ്യമല്ല. കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന്റെ പേരിൽ ചിലർ എന്റെ കോലം കത്തിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ തന്നെ കത്തിച്ചാലും വിരോധമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി തന്നെ പറഞ്ഞു. എന്റെ പ്രസംഗത്തിലെ യഥാർത്ഥ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യം എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. മാത്രമല്ല, മുസ്ലിങ്ങൾ പോലും തങ്ങൾ 56% ഉണ്ടെന്ന് പറയുന്നില്ല. മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് അവർ പറയില്ല. മലപ്പുറത്ത് സാമൂഹ്യനീതി ഇല്ലെന്നാണ് ശരിക്കും പറഞ്ഞത്. മതവിദ്വേഷം ഒരിക്കലും SNDP യോഗത്തിന്റെ ലക്ഷ്യവുമല്ല. ഏത് ജില്ലയിലാണെങ്കിലും എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണം, അത് മാത്രമാണ് ആവശ്യം. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് SNDP യോഗമായിരുന്നു. എപ്പോൾ മുതലാണ് തന്നെ ഒരു മുസ്ലിം വിരോധിയായി മുദ്രകുത്തിയതെന്ന ചോദ്യവും വെള്ളാപ്പള്ളി ഉന്നയിച്ചു. മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചു. 44% ഹിന്ദുക്കളിൽ ലീഗ് ഇന്നുവരെ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാൻ ലീഗ് തന്നെ അതിനെ എതിർത്ത് രംഗത്ത് വരികയാണ്. മലപ്പുറത്ത് പലയിടങ്ങളിലും ഈഴവ സമുദായത്തിന് ശ്മശാനങ്ങൾ പോലും ഇല്ല എന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. സാമൂഹിക നീതിയുടെ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ വർഗീയവാദിയാവുകയാണ് ശരിക്കും. അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ ആണിയടിക്കുകയാണ്. താൻ ക്രിസ്ത്യൻ സമുദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ആരും തന്നെ കൊല്ലാനൊന്നും വന്നിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയും എന്നെ ചാടിക്കടിക്കാൻ ഇതുവരെ എത്തിയിട്ടില്ല. തനിക്കെതിരായ വിവാദം ഗോകുലം ഗോപാലനെ രക്ഷിക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP യോഗത്തിന്റെ ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷനിൽ വെച്ചായിരുന്നു വെള്ളാപ്പള്ളി ഈ വിവാദ പ്രസംഗം നടത്തിയത്. മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നതെന്നും തന്റെ സമുദായത്തിലെ അംഗങ്ങൾ സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പോലും കഴിയാതെ ഭയന്നാണ് കഴിയുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടത്തിയ വിവാദമായ പരാമർശം. വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളതെന്നും മുസ്ലിം ലീഗുകൾ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുകയും ചെയ്തു.